Then welcome back. നമ്മുടെ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫോർത്ത് ബ്ലോക്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കണ്ടീഷൻ എന്താണ്, വാറണ്ടി എന്താണ്, ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിർബന്ധമായിട്ടും എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. എന്താണ് കണ്ടീഷൻ, എന്താണ് വാറണ്ടി? ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു രണ്ട് ടോപ്പിക്കാണ് ഇനി നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് കണ്ടീഷൻ, വാട്ട് ഈസ് വാറണ്ടി. ഓക്കെ, റെഡി? എന്റെ വോയിസ് സ്ക്രീന് രണ്ടും ഓക്കെ അല്ലേ? റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. സ്ക്രീനും വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, റെഡി 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 റെഡി. ഫസ്റ്റ് കണ്ടീഷൻ എന്താന്ന് പറയാണ് കേട്ടോ. അത് നമ്മൾ ഡിഫറൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ. നമുക്ക് പറയാം. കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഒരു ഗുഡ്സ് വാങ്ങാൻ പോവാണ്, അതിന് ഞാൻ കുറച്ച് ഡിമാൻഡ് വെക്കുകയാണ്. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് എൻ്റെ ഫസ്റ്റ് പ്രിയോറിറ്റി ആണ്, അല്ലെ? ഒരു ഉദാഹരണം, ഞാനൊരു കാറ് വാങ്ങിക്കാൻ പോവാണ്. ഞാൻ പറയാണ് ഒരു 20 മൈലേജ് ഉള്ള കാറാവണം, അല്ലെ? ഒരു 20 മൈലേജ് എനിക്ക് കിട്ടണം. പിന്നെ ഡീസൽ വണ്ടി ആവണം, അതുപോലെ ഒരു 50,000 താഴെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാന്ന് വെച്ചോളൂ. 50,000 താഴെ ഓടിയ വണ്ടി ആവാനേ പറ്റുള്ളൂ. ഓക്കെ, വണ്ടി ഫുള്ളി കണ്ടീഷൻ ആയിരിക്കണം. പിന്നെ ഒരു സ്പോർട്സ് എഡിഷൻ ആവണം, സ്പോർട്സ് എഡിഷൻ കാർ ആവണം എന്നൊക്കെ ഞാൻ കുറച്ച് കണ്ടീഷൻ പറഞ്ഞു. അപ്പൊ ഇത് ഫുൾഫിൽ ചെയ്യാന്നുള്ളത് എന്റെ സെല്ലറുടെ, ഞാൻ ബയ്യർ ആണല്ലോ, ഞാൻ വാങ്ങാൻ പോകുന്ന ആളാണല്ലോ, എന്റെ സെല്ലർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്രൈമറി ആയിട്ടുള്ള എന്റെ കണ്ടീഷൻസ് ആണ്. അപ്പൊ അതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു കാർ ആവണം എന്റെ സെല്ലർ എനിക്ക് തരേണ്ടത്. ഇൻ കേസ് അയാൾ അങ്ങനെ തന്നില്ല, അയാൾ ഇതൊക്കെ ഓക്കെ സമ്മതിച്ചു, ഇതൊക്കെ സമ്മതിച്ചിട്ട് അയാൾ എനിക്കൊരു കാർ തന്നു. നോക്കുമ്പോ അതിന് 20 മൈലേജ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ഡീസൽ കാർ അല്ല, പെട്രോൾ കാർ ആയിരുന്നു, അത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അവർ നെയ്സിൽ അതിൽ എന്തൊക്കെ തരികിട പരിപാടി ചെയ്തതാണ്, അതൊരു സ്പോർട്സ് എഡിഷൻ കാറൊന്നും ആയിരുന്നില്ല. അങ്ങനെ എന്റെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് അവിടെ വെച്ച് മുറിച്ച് കളയാം. കാരണം എന്റെ കണ്ടീഷൻ എന്നുള്ളത് എന്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. അതുണ്ടെങ്കിലേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു കാറായിട്ട് മാറുള്ളൂ. അതുണ്ടെങ്കിലേ എനിക്ക് ആ കാറ് മര്യാദക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടീഷൻ തന്നെ അവര് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? ഈ കോൺട്രാക്ട് ഒഴിവാക്കാം. അതിൽ അധികാരമുണ്ട്. മാത്രമല്ല, ഈ കോൺട്രാക്ട് മൂലം എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നു, ആ നഷ്ടമൊക്കെ എന്റെ സെല്ലർ അടുത്ത് നിന്ന് എനിക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ആര് പറയുന്നതാണ്? ബയ്യർ പറയുന്നതാണ് കണ്ടീഷൻ, അല്ലെ? അത് ആര് ഫുൾഫിൽ ചെയ്തിരിക്കണം? നമ്മുടെ സെല്ലർ ഫുൾഫിൽ ചെയ്തിരിക്കണം, അല്ലെ? അങ്ങനെ സെല്ലർ ഫുൾഫിൽ ഒന്നും ചെയ്തില്ല, അയാള് കുറച്ച് ഉടായ്പിൽ ഒരു വണ്ടി എനിക്ക് തന്നു, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് എനിക്ക് തന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്, അഥവാ ബയ്യർക്കുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും ഡാമേജ് അതുമൂലം ഉണ്ടായാൽ ആ ഡാമേജ് ഒക്കെ ആര് ക്ലെയിം ചെയ്തു തരണം? എന്റെ സെല്ലർ ക്ലെയിം ചെയ്തു തരണം. കാരണം എന്തിയെ? അയാൾ എന്നെ ഒരു ചതിക്കുന്ന പോലെയാണ്, അല്ലെ? ഞാൻ പറഞ്ഞ കണ്ടീഷനൊന്നും അദ്ദേഹം ഫുൾഫിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതുമൂലം എനിക്കുണ്ടായിട്ടുള്ള ഡാമേജുകളൊക്കെ ആ സെല്ലർ പരിഹരിച്ച് തന്നിരിക്കണം. ഇതാണ് കണ്ടീഷന്റെ കേസ്. അടുത്ത് വാറണ്ടി. ഈ വാറണ്ടി നമ്മൾ ചോദിക്കണല്ല കേട്ടോ, അത് കടക്കാരൻ തരുന്നതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു കാർ വാങ്ങി, ഞാൻ കുറച്ച് കണ്ടീഷനൊക്കെ പറഞ്ഞു, അതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു കാർ വാങ്ങിച്ചു. ആ വാങ്ങിച്ച സമയത്ത് അവര് പറയാണ്, ആര്? നമ്മുടെ സെല്ലർ പറയാണ്, ഈ കാറിന് ഞങ്ങൾ 1 വർഷത്തെ 1 ഇയർ വാറണ്ടി തരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, 1 വർഷത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഞങ്ങൾ അത് ശരിയാക്കി തരാം. ഓക്കെ, അത് ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ ശരിയാക്കി തരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ ഒരു പാർട്സ് ഫ്രീ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് തരാം. ഇത് നമുക്ക് സെക്കൻഡറി ആയിട്ട്, ഇത് നമ്മൾ ചോദിക്കണല്ല കേട്ടോ, വാറണ്ടി നമ്മൾ ചോദിക്കണല്ല, അത് കടക്കാരൻ സ്വമേധയെ നമുക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പൊ വാറണ്ടി സെക്കൻഡറി ആണ്, പ്രൈമറി അല്ല. പ്രൈമറി കണ്ടീഷൻ ആണ്. വാറണ്ടി എന്താണ്? സെക്കൻഡറി ആണ്. ഓക്കെ, ഈ വാറണ്ടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയ, അല്ലെ? ഇപ്പൊ വാറണ്ടിയിൽ അവര് റെഡിയാക്കി തരാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്തു? ഒരു ഡാമേജ് കാണിച്ചു കൊടുത്തു. ആ വാറണ്ടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യാൻ പറ്റൂല. ഡാമേജ് വന്നാൽ അത് ക്ലെയിം ചെയ്യാം, അത് ഓക്കെ. പക്ഷെ ആ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഒഴിവാക്കാൻ പറ്റൂല. കാരണം അത് നമ്മുടെ സെക്കൻഡറി ആണ്. പ്രൈമറി എന്ത് തന്നെയാണ്? കണ്ടീഷനാണ്. കണ്ടീഷനിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് തന്നെ മുറിച്ച് കളയാം.
പക്ഷെ വാറണ്ടിയിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ അത് നമുക്ക് കോൺട്രാക്ട് മുറിച്ചറിയാൻ പറ്റില്ല. ആ ഡാമേജ് എന്താ വെച്ചാൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് അത് നമ്മളെ ഡിഫറൻസ്. ഇനി എല്ലാവരും കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. ഈ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ അയച്ച നോട്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് അത് സെപ്പറേറ്റ് ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, മെയിൻ പർപ്പസ്. നോക്കിയേ മെയിൻ പർപ്പസ് നമ്മൾ പറഞ്ഞു കണ്ടീഷനിൽ ദ മെയിൻ പർപ്പസ് എസെൻഷ്യൽ ടു മെയിൻ പർപ്പസ്. നമ്മളെ മെയിൻ തന്നെയാണ് കണ്ടീഷൻ അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാറിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മളെ മെയിൻ ആണ്. ആ കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാറായിട്ട് മാറുള്ളൂ. ആ കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മുടെ മെയിൻ ആണ്. എന്നാൽ വാറണ്ടി എന്നുള്ളത് എന്താ? സബ്സിഡറി ആണ്, അത് സെക്കൻഡറി ആണ്. ഒന്നുകൂടെ വേറെ ടേം പറയുകയാണെങ്കിൽ കണ്ടീഷൻ എന്നുള്ളത് പ്രൈമറി ആണ്. ഇങ്ങനെയും പറയാം കേട്ടോ. കണ്ടീഷൻ എന്നുള്ളത് പ്രൈമറി ആണ്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലെ പ്രൈമറി ആയിട്ട് എന്തായാലും നമ്മൾ വേണമെന്ന് പറയുന്ന സാധനമാണ് കണ്ടീഷൻ. എന്നാൽ വാറണ്ടി എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്, റൈറ്റ്സ് ഓഫ് അഗ്രീഡ് പാർട്ടി, അതായത് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എന്റെ സെല്ലർ ഫുൾഫിൽ ചെയ്തില്ല അല്ലെ. ഇപ്പൊ ഞാനൊരു കാർ വാങ്ങാൻ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. 20 മൈലേജ് കിട്ടണം, ഡീസൽ ആവണം, 50,000 താഴെ ഓടിയ കാർ ആവണം എന്നൊക്കെ കുറച്ച് കണ്ടീഷൻ പറഞ്ഞിരുന്നു. ആ കണ്ടീഷൻ ആര് ഫുൾഫിൽ ചെയ്തില്ല? എന്റെ സെല്ലർ ഫുൾഫിൽ ചെയ്തില്ല. അഥവാ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ. ആ കണ്ടീഷൻ ബ്രീച്ച് ചെയ്താൽ, അത് തകർത്തിക്കളഞ്ഞാൽ എന്ത് ചെയ്യാൻ എനിക്ക്? ദ അഗ്രീഡ് പാർട്ടി റൈറ്റ് ടു റെപ്യൂഡിയേറ്റ് കോൺട്രാക്ട് ഒഴിവാക്കാം, ക്യാൻസൽ ചെയ്യാം, അതിനെ മുറിച്ച് കളയാം. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ആർക്കുണ്ട്? ബയ്യർക്കുണ്ട്. മാത്രമല്ല, ആൻഡ് ടു ഗെറ്റ് ഡാമേജ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. നോക്കി ഒന്നുകൂടെ പറയാണ്, കണ്ടീഷൻ എന്തെങ്കിലും എന്റെ സെല്ലർ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ, എന്റെ സെല്ലർ കണ്ടീഷൻസ് എന്തെങ്കിലും ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്റ്റിനെ ഒഴിവാക്കാൻ അധികാരം ആർക്ക്? ബയ്യർക്ക് കേട്ടോ. കാരണം എന്താ? ഞാൻ ഉദ്ദേശിച്ച വണ്ടി എല്ലാവരും തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? ആ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം, ഒഴിവാക്കാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല, അതുമൂലം എനിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, കണ്ടോ, അതുമൂലം എനിക്ക് മീൻസ് ബയ്യർക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ബയ്യർക്കുണ്ട്. ഇനി വാറണ്ടിയുടെ കേസ് നോക്കിയേ. ബ്രീച്ച് ഓഫ് വാറണ്ടി തകർത്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ വാറണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യാം? ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റൂല? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. കണ്ടോ, കാരണം വാറണ്ടി നമ്മൾ സെക്കൻഡറി ആണെന്ന് പറഞ്ഞു. അപ്പൊ കോൺട്രാക്ട് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഡാമേജ് എനിക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാൻ പറ്റും. അതിനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? കോൺട്രാക്റ്റും ക്ലോസ് ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാം, രണ്ടിനും പറ്റും. പക്ഷെ വാറണ്ടിയുടെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്ത് പറ്റൂല? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമല്ല. കാരണം എന്തേ? വാറണ്ടി സെക്കൻഡറി ആണ്. ദെൻ അടുത്തത്, ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആൻഡ് വാറണ്ടി. നോക്കിയേ, ഈ കണ്ടീഷന്റെ കേസിൽ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ, നമ്മൾ കണ്ടീഷൻ എന്തെങ്കിലും ബ്രീച്ച് ചെയ്താൽ അല്ലെ, എന്റെ സെല്ലർ എന്റെ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? വാറണ്ടിയും ഒഴിവാക്കാൻ പറ്റും അല്ലെ. ബ്രീച്ച് ഓഫ് വാറണ്ടി അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അഗ്രീഡ് പാർട്ടി. അപ്പൊ കണ്ടീഷനും അതുപോലെ തന്നെ വാറണ്ടി രണ്ടും ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ പറ്റും അല്ലെ. അഥവാ കോൺട്രാക്റ്റിനെ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്നാൽ വാറണ്ടിയുടെ കേസ് ആണെങ്കിൽ കണ്ടീഷൻ എന്ത് ചെയ്തില്ല? അയാൾ ബ്രീച്ച് ചെയ്തില്ല. എന്ത് മാത്രമേ ബ്രീച്ച് ചെയ്തിട്ടുള്ളൂ? വാറണ്ടി മാത്രമേ ബ്രീച്ച് ചെയ്യാൻ തകർക്കുക. വാറണ്ടി മാത്രമേ ബ്രീച്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കനോട്ട് ബിക്കം ബ്രീച്ച് ഓഫ് എ കണ്ടീഷൻ. വാറണ്ടി ബ്രീച്ച് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടീഷനെ തകർക്കാൻ പറ്റൂല. മീൻസ് കാരണം അവർ കണ്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. എന്ത് ഫുൾഫിൽ ചെയ്യാത്തുള്ളൂ? വാറണ്ടിയെ ഫുൾഫിൽ ചെയ്യാത്തുള്ളൂ. അപ്പോൾ അതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ, കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്നാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? കണ്ടീഷനും അവിടെ ഒഴിവാക്കാം, വാറണ്ടി ഒഴിവാക്കാം. നേരെ മറിച്ച് വാറണ്ടി മാത്രമേ അവർ ഫുൾഫിൽ ചെയ്യാത്തുള്ളൂങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടീഷൻ ഒഴിവാക്കാൻ പറ്റൂല. കാരണം കണ്ടീഷൻ ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ വാറണ്ടി മാത്രമേ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് ലീഗൽ എഫക്ട് ഓഫ് ബ്രീച്ച്. നമുക്കറിയാം, ബ്രീച്ച് ഓഫ് കണ്ടീഷൻ എന്തെങ്കിലും ബ്രീച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ലീഗലി മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ആ കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു പ്രൈമറി ആണ്. അതുണ്ടെങ്കിൽ എനിക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. ഞാൻ പറഞ്ഞ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ വാറണ്ടി ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഡാമേജ് ക്ലെയിം ചെയ്യാം, പക്ഷെ ലീഗൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടീഷൻ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ മൂവ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് കണ്ടീഷനും വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നല്ലോണം നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓക്കെ,
ദെൻ അടുത്ത ഈ ഒരു മൊഡ്യൂളില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡോക്ട്രിൻ ഓഫ് ശ്രദ്ധിച്ചോളി ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ. ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ ഷുവർ ആയിട്ട് ഒരു 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ. അത് നല്ലോണം നോക്കി വെക്കുക. ഉറപ്പായിട്ട് ഒരു 5 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എപ്പോഴും 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. എന്താണ് ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ എന്നുള്ളത്? അതൊരു ലാറ്റിൻ ടേം ആണ് കേട്ടോ. അന്നിങ്ങനെ എന്താ ഇതൊക്കെ പറയണം, കാവിയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു ലാറ്റിൻ ടേം ആണ്. അതിൽ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ലെറ്റ് ദ ബയ്യർ ബിവെയർ. വാങ്ങണ ആള് ബയ്യർ, അയാള് അതിനെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ. നോക്കിയേ, ഇപ്പൊ ഞാനൊരു ഒരു ചെരുപ്പ് വാങ്ങാൻ പോയി. അവിടെ ഒരു ഫുഡ് വെയറിൽ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അത് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഫുഡ് വെയർ എടുത്ത് ഒരു ഷൂ എടുത്തു അല്ലെ. ഷൂ എടുത്ത് ചെക്ക് ചെയ്തപ്പോ എനിക്ക് കംപ്ലൈന്റ് ഒന്നും കണ്ടില്ല. സത്യത്തിൽ ആ ഷൂവിന്റെ അടിയിൽ വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു വിചാരിച്ചോളി, അല്ലെ ആ ചെരുപ്പിൽ ഒരു പൊട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ആര് ശ്രദ്ധിച്ചില്ല? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനാരാ? ബയ്യർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ഗുഡ്സ് വാങ്ങിയിട്ട് വീട്ടിൽ എത്തി നോക്കുമ്പോഴാണ് ആ ഷൂസിൽ ആ ഒരു ഹോള് കാണുന്നത്. അപ്പൊ എനിക്ക് എന്റെ സെല്ലർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റൂല, കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? ഇവിടെ ആര് കുറ്റാണ്? സെല്ലർ കുറ്റമല്ല, ബയ്യർ കുറ്റാണ്, അഥവാ എന്റെ കുറ്റാണ്. ഞാനത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ നോക്കിയാൽ കാണുന്ന ഒരു തെറ്റന്നെ ആയിരുന്നു അല്ലെ. കൃത്യമായിട്ട് വാച്ച് ചെയ്താല് എനിക്ക് ആ തെറ്റ് ആ പ്രശ്നം കാണായിരുന്നു. അത് ഞാൻ നോക്കിയില്ല. അത് ആര് കുറ്റാണ്? എന്റെ കുറ്റാണ്, അഥവാ ബയ്യറുടെ കുറ്റാണ്. അതിന്റെ പേരിൽ ആരെനിക്ക് കേസ് കൊടുക്കാൻ പറ്റൂല? സെല്ലർക്കെതിരെ സ്യൂട്ട് കൊടുക്കാൻ പറ്റൂല. അപ്പോ എനിക്ക് പുറമെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു തെറ്റ്, ഒരു പ്രശ്നം എന്റെ ഗുഡ്സിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ബയ്യർ ആയിട്ടുള്ള എന്റെ ഡ്യൂട്ടിയാണ്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അത് എന്റെ കുറ്റാണ്, അഥവാ ബയ്യറുടെ കുറ്റാണ്. അതിന്റെ പേരിൽ ഒരിക്കലും സെല്ലറെ ചോദ്യം ചെയ്യാനോ സെല്ലർക്കെതിരെ കേസ് കൊടുക്കാനോ പറ്റില്ല. ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് കാവിയറ്റ് എംപ്റ്റർ എന്ന് പറയുന്നത്. ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോ കാവിയറ്റ് എംപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ലെറ്റ് ദ ബയ്യർ ബിവെയർ. നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ഐഡിയ ഉള്ള ആളുകളാവണം, അന്തുള്ള ആളുകളാവണം, അതിനെ കുറിച്ച് അവെയർ ആവണം. ആര്? ബയ്യർ കേട്ടോ. അപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളത് നോക്കി വാങ്ങിക്കണം. നമ്മൾ നോക്കി വാങ്ങിയില്ല, എന്നിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ ആരെ മേത്തേക്ക് ഇടരുത്? സെല്ലർ മേത്തേക്ക് ഇടരുത്. അത് നമ്മളെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോ ലെറ്റ് ദ ബയ്യർ ബിവെയർ. ബിവെയർ മീൻസ് അവെയർ ആയിരിക്കണം. ആര്? ബയ്യർ അവെയർ ആയിരിക്കണം. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിയേ, ദ ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ മീൻസ് ദ സെല്ലർ ഈസ് നോട്ട് ബൗണ്ട്. കണ്ട, സെല്ലർ ഉത്തരവാദിയല്ല. എന്തിന്? ടു ഡിസ്ക്ലോസ് ദ ഡിഫക്റ്റ് ഇൻ ഗുഡ്സ്. ആ ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടാൽ സെല്ലർ ഉത്തരവാദിയല്ല. അത് പിന്നെ ആരാ ഉത്തരവാദി? ബയ്യർ തന്നെയാണ് ഉത്തരവാദി. ഏത്? പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ കേട്ടോ, അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളല്ല. പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ അത് ബയ്യർ നോക്കിയില്ല. ബയ്യർ നോക്കാത്തതുകൊണ്ട് തന്നെയാണ് അയാൾ അതിൽ പെട്ടത് അല്ലെ. അപ്പൊ അതിന് ആരും ഉത്തരവാദിയല്ല. സെല്ലർ ഈസ് നോട്ട് ബൗണ്ട്. സെല്ലർ അതിന് ഉത്തരവാദിയല്ല എന്നുള്ളതാണ് ഈ കാവിയറ്റ് എംപ്റ്ററിൽ പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബയ്യർ. ബയ്യർ ഡ്യൂട്ടിയാണ് എന്ത്? ടു സാറ്റിസ്ഫൈ ഹിം. അദ്ദേഹത്തെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുക. എപ്പോ? ബിഫോർ ബൈ. വാങ്ങണതിന് മുമ്പ് എന്ത് ചെയ്യണം? അയാൾ കൃത്യമായിട്ട് ആ ഗുഡ്സ് നോക്കണം, ഗുഡ്സ് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ പരിഹരിക്കണം. അപ്പൊ അത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ബയ്യറുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി അയാൾ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ആരെ തലയ്ക്ക് ഇടരുത്? സെല്ലറുടെ തലയ്ക്ക് അത് ഇടരുത്. ഓക്കെ, അതാണ് ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ. ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയോ? റെഡിയാണോ? ഒന്ന് പറഞ്ഞാനേ, എന്താണെന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയോ? ഒന്ന് ടൈപ്പ് ചെയ്താനേ. റെഡി അല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ, റെഡി. ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കി നോക്കണേ, 5 മാർക്കിന് ഷുവർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡോക്ട്രിൻ ഓഫ് കാവിയറ്റ് എംപ്റ്റർ അല്ലെ. ആ വാക്ക് കേൾക്കുമ്പോൾ എന്തൊക്കെയാന്ന് തോന്നും, പക്ഷെ സംഭവം സിമ്പിൾ ആണ്. ഇനി ചില കേസിൽ ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ നോക്കിട്ടോ. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൽ കൃത്യമായിട്ട് എന്താവണം? ശ്രദ്ധ ഉണ്ടാവണം. നമ്മൾ മീൻസ് ആ വാങ്ങുന്ന ബയ്യർ. ശ്രദ്ധിച്ചോളി,
ഒന്നുകൂടെ പറയാണ്, ഡോക്ട്രിൻ ഓഫ് കാവിയേറ്റ് എമിറ്റർ എന്ന് പറഞ്ഞാല് ഈ ഒരു വാക്കുകൾ പഠിച്ചു വെക്കാം. ലെറ്റ് ദ ബയ്യർ ബിവെയർ. ബയ്യർ എന്ത് ചെയ്യണം? അവയർ ആവണം, അഥവാ ഐഡിയ ഉള്ള ആളാവണം, ശ്രദ്ധാലു ആവണം ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ. ഒരു ഉദാഹരണം, ഇപ്പൊ ഞാനൊരു ഷർട്ട് വാങ്ങിക്കുകയാണ്, ഞാൻ ഒരു കടയിൽ പോയിട്ട് ഒരു ഷർട്ട് വാങ്ങിക്കുകയാണ് അല്ലെ. വാങ്ങിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് എന്നല്ലേ, ഷർട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കും, സൈസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കും, അതിലെന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ നോക്കും അല്ലെ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് ഒരു ഷർട്ട് വാങ്ങി, ഞാൻ അതൊന്നും നോക്കിയില്ല. പിന്നെ വീട്ടിലൊന്ന് നോക്കുമ്പോഴാണ് ആ ഷർട്ടിന് വലിയൊരു ഹോൾ ഉണ്ട് എന്ന് മനസ്സിലാണ്, വലിയൊരു ഓട്ടുണ്ട്, ഒരു ഡാമേജ് ഉണ്ട്. അപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സെല്ലർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം എന്റെ ഡ്യൂട്ടിയാണ്, വാങ്ങുന്ന ഞാനായുള്ള ബയ്യറായുള്ള എന്റെ ഡ്യൂട്ടിയാണ് ആ ഷർട്ട് കറക്റ്റ് ചെക്ക് ചെയ്യാന്നുള്ളത്. അത് ഞാൻ ചെക്ക് ചെയ്യാത്തത് കൊണ്ടല്ലേ എനിക്ക് ആ കംപ്ലൈന്റ് മനസ്സിലാവാത്തത്. അത് ആരെ കുറ്റം? അത് സെല്ലറെ കുറ്റമൊന്നുമല്ല. സെല്ലർക്ക് ഒരു പക്ഷെ അത് നോക്കാനൊന്നും സമയം കിട്ടിയില്ല എന്ന് വരും. പക്ഷെ വാങ്ങുന്ന ഞാൻ അഥവാ ബയ്യറുടെ കുറ്റാണ് അത് വാച്ച് ചെയ്തില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനാര് ലയബിൾ ആവില്ല? സെല്ലർ ലയബിൾ ആവില്ല. അപ്പൊ അതിനെതിരെ എനിക്ക് സെല്ലർക്ക് കേസ് കൊടുത്തിട്ടോ സെല്ലറെ തലയിക്കിട്ടിട്ടോ സെല്ലറെ ചൂടായിട്ടോ ഒരു കാര്യമല്ല. കാരണം അത് സെല്ലറുടെ പ്രശ്നമല്ല, അത് ആരെ പ്രശ്നമാണ്? എന്റെ പ്രശ്നമാണ്, അഥവാ ബയ്യറുടെ പ്രശ്നമാണ്. അപ്പോ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്ന കാര്യം ഇതാണ്, ഏത് സാധനം വാങ്ങുമ്പോഴും ബയ്യർ എന്തായിരിക്കണം? അവെയർ ആയിരിക്കണം, അതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അവെയർ അല്ലാത്തതുകൊണ്ട്, ബയ്യർ അവെയർ അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ആർക്കെതിരെ പോകാൻ പറ്റൂല? സെല്ലർക്കെതിരെ പോകാൻ പറ്റൂല, കേസിന് പോകാൻ പറ്റൂല. കാരണം അത് സെല്ലറുടെ കംപ്ലൈന്റ് അല്ല, മറിച്ച് വാങ്ങിയ നമ്മളുടെ കംപ്ലൈന്റ് ആണ്. നമ്മളത് നോക്കാത്തതുകൊണ്ടാണ്, നമ്മളെടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മളെടുത്ത് വന്ന മിസ്റ്റേക്കിന് ആരെ കുറ്റം പറയാൻ പറ്റൂല? സെല്ലറെ കുറ്റം പറയാൻ പറ്റൂല. ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് ഡോക്ട്രിൻ ഓഫ് കാവിയേറ്റ് എമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ടൈപ്പ് ചെയ്താണ്. ഓക്കെ, റെഡി. അപ്പോ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വാങ്ങണ ആള്, അതാണ് ബയ്യർ അല്ലെ, അയാള് നല്ല ബോധമുള്ള ആളാവണം. അയാളെ മിസ്റ്റേക്ക് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ ആരെ തലയിൽ കൊണ്ടുപോയിട്ടരുത്? അത് സെല്ലറെ തലയിൽ കൊണ്ടുപോയിട്ടിടരുത്. അത്രേ ഉള്ളൂ. ഇനി ചില കേസിൽ ഇതിൽ എക്സംഷൻസ് ഉണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം, ഏതൊക്കെ കേസിലാണ് എക്സംഷൻസ് ഉള്ളത്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് കാവിയേറ്റ് എമിറ്റർ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിന് എക്സംഷൻസ് ഉള്ള ഭാഗങ്ങൾ പറയാം. എക്സംഷൻസ് ഒന്ന്, ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇതൊക്കെ ഒരു ഉദാഹരണം വെച്ച് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ പോയി, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ് അല്ലെ. ഞാൻ പറയാണ് എന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനാണ് അല്ലെ. മിക്കവാറും നമ്മളൊക്കെ ഫോൺ വാങ്ങുന്നത് അല്ലെ ആ ഒരു പർപ്പസിനാണ്. അപ്പൊ ഞാൻ പറയാണ് ഫോട്ടോ, ക്യാമറ നല്ല ക്ലാരിറ്റി വേണം, എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കണം. ഞാൻ ഫോട്ടോ കൊടുത്ത് അതൊക്കെ എന്താ പറയാ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. അപ്പൊ എനിക്ക് നല്ലോണം ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാവണം എന്ന് ഞാൻ ഡിമാൻഡ് ചെയ്തു. ആരോട്? സെല്ലറോട്. അങ്ങനെ എന്ത് ചെയ്തു? അതാണ് ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ബയേഴ്സ് പർപ്പസ് ഫിറ്റ് ആവണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അത് ആരോട് പറഞ്ഞു? സെല്ലറോട് പറഞ്ഞു. അങ്ങനെ സെല്ലർ ഒരു ഫോൺ വന്ന് ഞാൻ അത് വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടെ എനിക്കറിയില്ല, ഫോണിനെ കുറിച്ചൊന്നും ഞാൻ അറിയാത്ത ആളാണ്, പക്ഷെ സെല്ലർ അതിനെ കുറിച്ച് കറക്റ്റ് അവെയർ ആണ് അല്ലെ. സെല്ലർ വിൽക്കുന്ന ആൾക്ക് അതിനെ കുറിച്ച് അറിയാം, കാരണം അയാൾ ഒരുപാട് കാലമായിട്ട് ഫോൺ വിൽക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ സാധനം കൊണ്ടുവന്ന് വീട്ടിൽ എത്തി ഞാൻ ചെക്ക് ചെയ്തപ്പോ ക്യാമറക്ക് ഒരു ക്വാളിറ്റി ഇല്ല, ക്യാമറ വളരെ മോശമാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? സെല്ലർക്കെതിരെ കേസ് കൊടുക്കാം അല്ലെ. കാരണം ഇവിടെ എന്റെ കൊറ്റല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആരോട്? സെല്ലറോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫിറ്റ്നസ്, എന്റെ ആവശ്യം ഞാൻ കൃത്യമായിട്ട് സെല്ലറോട് ഡീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണെന്നുള്ളത്. പക്ഷെ അത് ആര് കേട്ടില്ല, അല്ലെങ്കിൽ ആര് അത് മെയിൻ ചെയ്തില്ല? സെല്ലർ മെയിൻ ചെയ്തില്ല. അതുകൊണ്ട് അത് എന്റെ കുറ്റമല്ല, ആരെ കുറ്റം തന്നെയാണ്? സെല്ലറെ കുറ്റം തന്നെയാണ്. ആ കേസിൽ എനിക്ക് എന്ത് ചെയ്യാം? സെല്ലർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിയേ, ദ സെല്ലർ വിൽ ബി ഹെൽഡ് ലയബിൾ. സെല്ലർ എന്ത് ചെയ്യും? ഇവിടെ ലയബിൾ ആവും ഫോർ ബ്രീച്ച് ഓഫ് ഇംപ്ലൈഡ് കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്താൽ ആസ് ദ ക്വാളിറ്റി ഓഫ് ദ ഫിറ്റ്നസ് ഓഫ് ദ ഗുഡ്സ് അല്ലെ. അപ്പൊ ബയ്യർ പറഞ്ഞു കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഫോണിന്റെ കേസ് ഞാൻ പറഞ്ഞു നല്ല ക്യാമറ വേണം അല്ലെ, എന്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു അല്ലെ, ഞാൻ ഡിമാൻഡ് ചെയ്ത ഒരു കണ്ടീഷൻ ആയിരുന്നു അല്ലെ, ഒരു കണ്ടീഷൻ ആയിരുന്നു എന്തിനെ കുറിച്ച്? അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച്. പക്ഷെ സെല്ലർ എന്ത് ചെയ്തു? എന്നെ പറ്റിച്ചു അല്ലെ, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ക്യാമറ ഉള്ള ഒരു ഫോണാണ് എനിക്ക് തന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ സെല്ലർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ?
ഇവിടെ ഈ ഡോക്ട്രിൻ ഓഫ് ക്യാവിറ്റി എമിറ്റർ എന്നുള്ള ഒരു സാധനം ഇവിടെ അപ്ലിക്കബിൾ ആവില്ല. കാരണം ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ബയ്യർ, ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ന ക്വാളിറ്റി ഉള്ള സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തരാത്തത് ഇന്റെ കുറ്റമല്ല, അഥവാ ബയ്യറുടെ കുറ്റമല്ല, സെല്ലറെ കുറ്റമാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ആ കേസിൽ എനിക്ക് എന്ത് ചെയ്യാം? അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. റെഡി? അപ്പോ ഈ പ്രിൻസിപ്പിൾ ഇതിന് ബാധകമല്ല. ഒന്നാമത്തെ പോയിന്റ് കറക്റ്റ് മനസ്സിലാക്കുക. ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്. ബയേഴ്സ് പർപ്പസ് ഓൾറെഡി സെല്ലറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെല്ലറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ഗുഡ്സ് ആണ് സെല്ലർ തരേണ്ടത്. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ നോക്കിയേ. ഗുഡ്സ് പർച്ചേസ്ഡ് അണ്ടർ പാറ്റന്റ് ഓർ ബ്രാൻഡ് നെയിം. അതായത് ശ്രദ്ധിച്ചോളി, ഞാനൊരു ബ്രാൻഡ് വെച്ചിട്ട്, അഥവാ ഞാനൊരു കടയിൽ പോയി ഒരു ഏതാ ഒരു മിക്സി വാങ്ങിക്കാൻ പോയതാണ്, അല്ലാണ്ട് ഒരു AC വാങ്ങിക്കാൻ പോയതാണ്, അല്ലെ? സെല്ലർ എന്നോട് പറഞ്ഞു ഇന്നത് വാങ്ങിക്കോ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്താ? ഒന്നും വാങ്ങാണ്ട എനിക്ക് LG തന്നെ വേണം, LG ആണ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് LGയുടെ AC ഞാൻ വാങ്ങിച്ചു. അങ്ങനെ വീട്ടിലൊന്ന് ഞാൻ അതൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ അതായിട്ടില്ല. അപ്പോ ഈ കേസിൽ എനിക്ക് സെല്ലർക്കെതിരെ പരാതിപ്പെടാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഞാൻ എന്താ നോക്കിയത്? പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതൊന്നല്ല, ഞാൻ ബ്രാൻഡ് നെയിമാണ് നോക്കിയത്. അത് നോക്കിയിട്ടാണ് ഞാൻ ആ സാധനം വാങ്ങിയത്. അപ്പോ ഇതാരെ കുറ്റമല്ല, അത് സെല്ലറെ കുറ്റമല്ല, ശരിക്കും ആ ബ്രാൻഡിന്റെ കുറ്റമാണ്, അല്ലെ? അപ്പൊ എനിക്ക് സെല്ലർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ആർക്കെതിരെ പറ്റും? ആ ബ്രാൻഡിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അത് വേറെ റൂളാണ്, അത് വേറെ. ഇവിടെ നമുക്ക് പറയുന്നത് ആ ഒരു കേസിൽ എനിക്ക് സെല്ലർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബ്രാൻഡ് നെയിം നോക്കിയിട്ട്, ഒരു ബ്രാൻഡ് നോക്കിയിട്ടാണ് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്രത്തോളം പെർഫോമൻസ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ആർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല? സെല്ലർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് സെല്ലറെ പ്രശ്നമല്ല, ഞാൻ സെലക്ട് ചെയ്ത എന്റെ പ്രശ്നമാണ്, അല്ലെ? ഞാൻ സെലക്ട് ചെയ്ത ബ്രാൻഡിന്റെ പ്രശ്നമാണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? സെല്ലർക്കെതിരെ കേസ് എടുക്കാൻ പറ്റൂല. ഇനി മൂന്നാമത്തെ കേസ്, കണ്ടീഷൻ ആസ് ടു മെർക്കന്റബിലിറ്റി. ആ ഒരു പോയിന്റ് നോക്കാം. ദിസ് കണ്ടീഷൻ അപ്ലൈസ് വേർ ഗുഡ്സ് ആർ സോൾഡ് ബൈ ഡിസ്ക്രിപ്ഷൻ. അതായത് ഞാൻ വാങ്ങിയ ഗുഡ്സ് അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന ക്വാളിറ്റീസ് ഒക്കെ അതിനുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ദ സെല്ലർ ഡീൽസ് ഇൻ ദോസ് ഗുഡ്സ്. ആ സെല്ലറിനോട് പറഞ്ഞു, അല്ലെ, നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളി, ഈ ഫോൺ എടുത്തോളി, ഇതിന് ഇന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ആര് പറഞ്ഞു? സെല്ലർ പറഞ്ഞു. ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഗുഡ്സിന് തന്നെ, അല്ലെ, ചില ഗുഡ്സ് നമുക്ക് വാങ്ങുമ്പോൾ അതിന്റെ പാക്കുമ്പോൾ തന്നെ ഉണ്ടാവും ഇന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്തു? സെല്ലർ നമ്മളോട് പറഞ്ഞു ഇന്ന ക്വാളിറ്റീസ് ഒക്കെ ഈ ഗുഡ്സിനുണ്ട്. അല്ലെങ്കിൽ ദ ബയർ ഹാസ് നോ ഓപ്പർച്യൂണിറ്റി ടു എക്സാമിൻ ദ ഗുഡ്സ് ബിഹൈൻഡ് ബോർഡ്. അത് വാങ്ങുന്നതിന് മുമ്പ് ബയ്യർക്ക് എന്ത് ചെയ്തില്ല? ആ ഗുഡ്സ് നോക്കാൻ പറ്റിയില്ല. കറക്റ്റ് പാക്ക് ചെയ്തൊരു സാധനമാണെന്ന് വെച്ചോളി, അല്ലെ? നമ്മളെ പാക്ക് പൊട്ടിച്ചേരാൻ പറഞ്ഞപ്പോൾ ആര് പൊട്ടിച്ചെന്നില്ല? സെല്ലർ പൊട്ടിച്ചെന്നില്ല. നമുക്കത് വാച്ച് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ സെല്ലർക്കെതിരെ കേസ് കൊടുക്കാം. 3 കണ്ടീഷനാ പറഞ്ഞു. ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വാങ്ങിയ ഗുഡ്സിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അല്ലെ? അതിന്റെ വിശദീകരണമൊക്കെ എഴുതിയിട്ടുണ്ട്, അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധനം യൂസ് ചെയ്തപ്പോൾ ആ ക്വാളിറ്റി ഒന്നും നമുക്ക് കിട്ടിയില്ല, അല്ലെ? അപ്പൊ അത് ബയ്യറായ നമ്മളെ കംപ്ലൈന്റ് അല്ല, ശരിക്കും ആ ഗുഡ്സിന്റെ കംപ്ലൈന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെല്ലർക്കെതിരെ കേസ് കൊടുക്കാം. രണ്ടാമത്തെ കേസ്, സെല്ലർ നമ്മളോട് പറഞ്ഞു, അല്ലെ, അതിന്റെ കുറെ ക്വാളിറ്റീസ് ഒക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. പൊതുവെ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ എല്ലാ സെല്ലർമാരും പറയാറുണ്ട്, അല്ലെ, നമ്മളൊരു ഫോൺ വാങ്ങാൻ പോണ്, അത് അങ്ങനെയാണ്, ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇത്ര ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ആര് പറഞ്ഞു? സെല്ലർ പറഞ്ഞു നമ്മളോട്. നമ്മൾ അതൊക്കെ വിശ്വസിച്ച് എന്ത് ചെയ്തു? ആ സാധനം അങ്ങോട്ട് വാങ്ങിക്കൊണ്ടായി. പിന്നെ വീട്ടിലെത്തി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ പറഞ്ഞ ക്വാളിറ്റി ഒന്നും അതിലില്ല എന്ന് മനസ്സിലായത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും സത്യത്തിൽ സെല്ലർ നമ്മളെ പറ്റിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സെല്ലർക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇതാണ്. നമ്മൾ ഒരു ഗുഡ്സ് വാങ്ങി, അല്ലെ, വാങ്ങാൻ വേണ്ടി പോയി. അപ്പോ സെല്ലർ നമുക്ക് തന്നില്ല, മീൻസ് അത് കറക്റ്റ് പാക്ക് ചെയ്ത് വെച്ചൊരു ഗുഡ്സ് ആണെന്ന് വെച്ചോളൂ. അപ്പൊ സെല്ലർ പറഞ്ഞാൽ പാക്കൊന്നും പൊട്ടിക്കാൻ പറ്റൂല, നിങ്ങൾ ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് തുറന്നിട്ടൊന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിലൊക്കെ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്തു? ആ ഗുഡ്സ് നമ്മൾ വാങ്ങി. ആ സത്യത്തിൽ നമ്മളെ കംപ്ലൈന്റ് അല്ല, നമ്മളെ പ്രശ്നമില്ല, നമ്മൾ ചെക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു. പക്ഷെ ആ സെല്ലർ എന്ത് ചെയ്തില്ല? ആ ഗുഡ്സ് നമുക്ക് തന്നില്ല, ചെക്ക് ചെയ്യാനുള്ള ഒരു ഗുഡ്സ് തന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ കംപ്ലൈന്റ് അല്ല, ആരെ കംപ്ലൈന്റ്? സെല്ലറെ കംപ്ലൈന്റ്. അപ്പൊ ആ കേസിൽ എന്ത് ചെയ്യാം? സെല്ലർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തത്, ഗുഡ്സ് സോൾഡ് ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷൻ. നോക്കിയേ, ഇപ്പൊ നമ്മളൊരു സ്പ്രേ വാങ്ങിക്കാൻ പോയി, ഒരു അത്തറോ സ്പ്രേ ഒക്കെ വാങ്ങിക്കാൻ പോയി. നമ്മൾ സാമ്പിൾ നോക്കി, അല്ലെ, സാമ്പിൾ ചെക്ക് ചെയ്തു. മിക്കവാറും വലിയ വലിയ ഷോപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും,
സാമ്പിൾ നോക്കാൻ വേണ്ടി ഒരു ചെറിയ ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ടാവും. സാമ്പിൾ നോക്കി നമുക്ക് ഇഷ്ടമായി, അടിപൊളിയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ സാമ്പിൾ കണ്ടിട്ട് ആ ഗുഡ്സ് വാങ്ങി, ഒന്നിച്ച് വാങ്ങി. വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് സാമ്പിൾ വേറെ ഗുഡ്സ് വേറെ. അതായത് സാമ്പിൾ കണ്ട അതേ ഒരു ക്വാളിറ്റിയും ആ ഒറിജിനൽ ഗുഡ്സിനില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളൊരു പറ്റിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ അല്ലെ. സാമ്പിൾ നോക്കിയപ്പോൾ നമുക്ക് അടിപൊളിയാണ്, സൂപ്പറാണ്, നമ്മളത് ഇഷ്ടമായി, നമ്മളത് പർച്ചേസ് ചെയ്തു. പക്ഷെ വീട്ടിൽ പോയിട്ട് നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ, നമ്മൾ യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി ആ സാമ്പിൾ പോലെ ഒന്നല്ല, നമ്മളെ പറ്റിച്ചതാണ്, ഒറിജിനൽ സാധനം അതുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നമ്മൾ കംപ്ലൈന്റ് അല്ല, നമ്മളെ കുറ്റമല്ല, ആരെ കുറ്റ, സെല്ലറെ കുറ്റ. അയാള് വേറൊരു സാമ്പിളൊക്കെ വെച്ച് നമ്മൾ പറ്റിച്ചതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ സെല്ലർക്കെതിരെ കേസ് കൊടുക്കാം. അപ്പൊ 4ാമത്തെ കേസ് അതാണ്, ഒരു സാമ്പിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്താൽ ബുക്സ് എടുത്തു, പക്ഷെ ഒറിജിനലി ആ ഒരു ക്വാളിറ്റി നമുക്ക് വന്നില്ല, അതുകൊണ്ട് സെല്ലർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. 5ാമത്തത് കണ്ടീഷൻ ഇംപ്ലൈഡ് ബൈ യൂസേജ് ഓർ കസ്റ്റം ഓഫ് ട്രേഡ്. അതായത് ഓക്കെ, വേർ ദ ട്രേഡ് യൂസേജ് അറ്റാച്ചസ് ആൻ ഇംപ്ലൈൻഡ് കണ്ടീഷൻ ഓർ വാറണ്ടി റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ് ഓഫ് ഗുഡ്സ് ഫോർ പർട്ടിക്കുലർ പർപ്പസ്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ഇത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആട്ടോ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആ ഉദ്ദേശത്തില് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഗുഡ്സ് വാങ്ങി അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ഗുഡ്സ്, ഇപ്പൊ നമ്മൾ ഫോണിന്റെ കേസ് തന്നെ പറയാണ്, അത് നമ്മൾ ഫോട്ടോ എടുക്കണം, അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അങ്ങനെ എന്ത് ചെയ്തു, ആ ഉദ്ദേശമൊക്കെ നമ്മൾ ആരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അല്ല, ആ ഉദ്ദേശം നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ആ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. പക്ഷെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ആ ഒരു പർപ്പസ് ഒന്നും അവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, ആ പർപ്പസ് ഒന്നും അവിടെ നടക്കുന്നില്ല, അതിലുള്ള ക്വാളിറ്റി ഒന്നും ആ ഗുഡ്സിലില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, ഈ ക്യാവിറ്റി എംറ്റർ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു പർപ്പസ് ഉണ്ടായിരുന്നു അല്ലെ, ആ പർപ്പസ് ആ ഗുഡ്സുമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിറ്റ സെല്ലർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഉദ്ദേശിച്ച പർപ്പസ് ഒന്നും ആ ഗുഡ്സുമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തത് സിമ്പിൾ ആയിട്ട് പറയാം, ഗുഡ്സ് സോൾഡ് ബൈ മിസ് റെപ്രസെന്റേഷൻ. നമ്മളെ പറ്റിച്ചുകൊണ്ട് അല്ലെ, ഇതാണ് പലപ്പോഴും നടക്കാറുള്ളത്. നമ്മളെ പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഗുഡ്സ് സെയിൽ ചെയ്തു. ആര്, നമ്മളെ സെല്ലർ. നമ്മളെ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു, മിസ് റെപ്രസെന്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ വിശ്വസിച്ച ഗുഡ്സ് കൊണ്ടുപോയി നമ്മളത് ഉപയോഗിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനത്തെ ഒരു സംഭവം അതിനില്ല. അപ്പൊ ഇതാരെ കുറ്റല്ല, നമ്മളെ കുറ്റല്ല, നമ്മളെ പറ്റിച്ചതാണ് ആര്, നമ്മളെ സെല്ലർ. സ്വാഭാവികമായിട്ടും ആ സെല്ലർക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഡോക്ട്രിൻ ഓഫ് ക്യാവിറ്റി എംറ്റർ എന്താണെന്നും അതിന്റെ എക്സംഷൻസ് എന്താണെന്നും 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്തത് നമ്മൾ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് വാറണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷന് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞ